ഹായ്, എല്ലാ കൂട്ടുകാർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ ഘനരൂപങ്ങൾ അഥവാ സോളിഡ്സ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാന ഭാഗത്തേക്കാണ് നമ്മൾ ഇന്ന് കയറുന്നത്. അപ്പം നമ്മൾ ഏതെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു? സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപികയെ കുറിച്ച് പറഞ്ഞു, കോൺ അഥവാ വൃത്തസ്തൂപികയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സ്ഫിയറും ഹെമിസ്ഫിയറുമാണ്, ഗോളവും അർദ്ധഗോളവും. ഇതോടുകൂടി ആ പാഠഭാഗം നമുക്ക് തീരുകയാണ്. ഇത്രയും 4 കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. കൂടാതെ അപ്പം നമ്മൾ നിശ്ചിത ഷേപ്പുകളുള്ള രൂപങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഈ നിശ്ചിത ഷേപ്പുകളുള്ള രൂപങ്ങൾ കൂടിച്ചേർന്നിട്ടുണ്ടാകുന്ന കോമ്പൗണ്ട് ആയിട്ട് വരുന്ന രൂപങ്ങളുടെ ഏരിയയും വോളിയം കാണാനും കൂടി നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ വർക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതോടുകൂടി നമുക്ക് ഈ പാഠഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്ഫിയറും ഹെമിസ്ഫിയറും. സ്ഫിയർ അഥവാ ഗോളം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കുട്ടികൾക്ക് മറക്കാൻ പറ്റാത്തൊരു രൂപമാണ് സ്ഫിയർ അഥവാ ഗോളം എന്ന് എല്ലാവർക്കും അറിയാം അല്ലേ? നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു രൂപമാണ്. നോക്കൂ, നിങ്ങൾക്കറിയാം, ഇത് നിങ്ങളെല്ലാവരും കളിക്കാൻ ഉപയോഗിക്കുന്ന എന്താണ്? ഒരു ഫുട്ബോളാണ് അല്ലേ? അപ്പൊ ഈ ഫുട്ബോളിന്റെ ഷേപ്പ് എന്താണ്? ഒരു സ്ഫിയറാണ്. നോക്കൂ, ഈ ഫുട്ബോളിന്റെ ഷേപ്പ് ഇങ്ങനെ ആയിരുന്നില്ല, ഒരു സമചതുര കട്ടയായിരുന്നു എങ്കിൽ നമുക്കിത് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുമോ അതോ എളുപ്പമായിരിക്കുമോ? ഒരാൾ പോലും കളിക്ക് ചേരില്ല. കാരണം ഇത് അടിച്ച് തെറിപ്പിക്കുമ്പോൾ അത് ക്യൂബാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ഉരുണ്ടു പോകുന്നില്ല. അത് തന്നെയാണ് ഈ സ്ഫിയറിന്റെ ഏറ്റവും പ്രത്യേകത. ഏത് പുറത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞാലും ഇയാൾക്ക് ഒരേ രൂപമാണ് അല്ലേ? അപ്പൊ നോക്കൂ, ഞാൻ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർക്കിളുകളായിട്ടാണ് നമുക്ക് ഇതിനെ കിട്ടുക. അപ്പൊ ഇയാൾക്ക് സർക്കിളുമായിട്ട് ബന്ധമുണ്ടെന്ന് മനസ്സിലായി. ഇനി മറ്റൊന്ന് നോക്കി നോക്കൂ, നമ്മുടെ ഭൂമിയുടെ ഷേപ്പായിട്ടുള്ള ഗ്ലോബ് നമ്മൾ എടുക്കാറുള്ളത് ഈ ഒരു ഷേപ്പിലല്ലേ നമ്മൾ എടുക്കാറുള്ളത്? ഇനി നോക്കൂ, സർക്കസ് കൂടാരത്തിൽ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാകും. ഇത്തരത്തിലുള്ള സ്ഫിയറിന്റെ ഉള്ളിൽ കൂടി ഒരാള് ബൈക്ക് കറക്കിക്കൊണ്ടുള്ള അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള രൂപത്തിനെയാണ് നമ്മൾ ഗോളം അഥവാ സ്ഫിയർ എന്ന് പറയുക. ക്ലിയർ ആയല്ലോ? ഇനി എന്താണ് ഹെമിസ്ഫിയർ? ഈ സ്ഫിയറിനെ നേർപകുതിയിലൂടെ അങ്ങോട്ട് കട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 ഹെമിസ്ഫിയേഴ്സ് ആണ്. ഈ സ്ഫിയറിനെ നേർപകുതിയിലൂടെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒരു ഹെമിസ്ഫിയർ ഇപ്പുറത്തും കിട്ടും, ഒരു ഹെമിസ്ഫിയർ ഇപ്പുറത്തും കിട്ടും, അഥവാ അർദ്ധഗോളങ്ങളും കിട്ടും. നോക്കൂ, അത്തരത്തിലുള്ള ഒരു അർദ്ധഗോളത്തിന്റെ ചെറിയൊരു മാതൃകയാണ് ടീച്ചറോടെ കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ മറ്റേ പാതി ടീച്ചറുടെ കയ്യിലില്ല, ഒരു പകുതി മാത്രമേ ഉള്ളൂ. ഇങ്ങനത്തെ ഒരു പകുതിയും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് മാറും? ഒരു സ്ഫിയർ ആയിട്ട് മാറും. അപ്പോൾ ഇതൊരു ഹെമിസ്ഫിയറിന്റെ ഷേപ്പാണ്, ഇതൊരു സ്ഫിയറിന്റെ ഷേപ്പാണ്. ഇതൊരു ഗോളമാണ്, ഇതൊരു അർദ്ധഗോളമാണ്. ഇതിന്റെ അർദ്ധഗോളം അല്ല ഇത് വേറൊരു ഗോളത്തിന്റെയാണ്. ക്ലിയർ ആയാലും? ഇതിനെ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ ടീച്ചർക്ക് അത് കാണിച്ചു തരാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനെ മുറിക്കാതെ ടീച്ചർ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് രണ്ടും തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാം. നമുക്കറിയാം, ഈ സ്ഫിയറിന് ഒരു സെന്റർ ഉണ്ടായിരിക്കും. ആ സെന്റർ നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ സാധിക്കില്ല, ഇതിന്റെ ഉൾഭാഗത്തായിരിക്കും സെന്റർ ഉണ്ടായിരിക്കുക. ആ സെന്ററിൽ നിന്ന് ഇതിന്റെ ഉപരിതലത്തിൽ ഏതൊരു പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലേക്കുള്ള ദൂരം അഥവാ ഡിസ്റ്റൻസ് ഈക്വൽ ആയിരിക്കും. ആ ദൂരത്തിനെ നമ്മൾ പറയുന്നത് ഇതിന്റെ റേഡിയസ് എന്നാണ്. അപ്പോൾ സ്ഫിയറിന് ആകെ ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളൂ. ആ സ്ഫിയറിനെ ടീച്ചർക്ക് 2D ആയിട്ടേ കാണിക്കാൻ പറ്റുള്ളൂ. ഇതിന്റെ സെന്ററിൽ നിന്ന് ഇതിന്റെ ഉപരിതലത്തിലുള്ള ഒരു പോയിന്റ് എ ആണെങ്കിൽ ആ OAയുടെ നീളമായിരിക്കും എന്ത് വരുന്നത്? റേഡിയസ് വരുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഇതിനെ കുറിച്ച് പഠിക്കാൻ. കാരണം ഇതിന് ആകെ ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളൂ. മറ്റുള്ളതിനൊക്കെ ഒന്നിലധികം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനൊരു ആരം അഥവാ ഒരു റേഡിയസ് മാത്രമേ ഇതിനളവായിട്ടുള്ളൂ. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിനെ ഇത്തരത്തിലുള്ള ഗോളങ്ങളെ പകുതിയാക്കുമ്പോൾ കിട്ടുന്ന ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ നമുക്കിതൊരു ഹെമിസ്ഫിയർ ആണ്. ഇത് മുറിച്ചെടുത്ത സ്ഫിയറിന്റെ സെന്റർ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും വരുന്നത് അല്ലെ? ഈ സെന്ററിൽ നിന്ന് ഈ ഓരോ പോയിന്റിലേക്കുമുള്ള, അപ്പൊ ഇവിടേക്കുള്ള എല്ലാ പോയിന്റിലേക്കുള്ള അകലം തുല്യമായിരിക്കും.
അതേപോലെ ഇവിടെ ഈ ഉപരിതലത്തിൽ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള റേഡിയസും അകലവും ഇതിന് തുല്യമായിരിക്കും. കാരണം സ്ഫിയറിന്റെ പകുതിയാണ് എന്ത് വരുന്നത്, ഹെമിസ്ഫിയർ വരുന്നത്. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിനും എത്ര മെഷർമെന്റ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളൂ. അതിന്റെ എന്താണ്, റേഡിയസ് മാത്രമാണ്. അപ്പോൾ നമുക്കൊരു ഹെമിസ്ഫിയറിനെ നമുക്ക് ഇങ്ങനെ കാണിക്കാം. ശ്രദ്ധിക്കുക, ആ ഹെമിസ്ഫിയറിന് ഇവിടെ ഒരു സർഫസ് നമുക്ക് ഉണ്ടായിരിക്കും. അതിനും സെന്റർ ഒരേ ഒരു റേഡിയസ്, അത് ഇങ്ങോട്ടുള്ള റേഡിയസും വലത്തോട്ടുള്ള റേഡിയസും എന്തായിട്ടാണ് വരിക, ഈക്വൽ ആയിട്ടാണ് വരിക. അപ്പോൾ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ഈ 6 തന്നെയായിരിക്കും ഈ 6ഉം വരുന്നത്. അപ്പോൾ രണ്ടിനുമുള്ള പൊതുവായ സാമ്യത, സ്ഫിയറിന്റെ മെഷർമെന്റ് ആകെ ഒരു മെഷർമെന്റേ ഉള്ളൂ റേഡിയസ്, അതിന്റെ പകുതി എടുത്ത് കിട്ടുന്ന ഹെമിസ്ഫിയറിനും ഒരേ ഒരു മെഷർമെന്റ് മാത്രമേ ഉള്ളൂ, എന്ത്, റേഡിയസ്. ഇനി നമുക്ക് ഇതിന്റെ സർഫസുകളൊന്ന് നോക്കാം. ഒരു സ്ഫിയറിന് ആകെ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഇത് ഒരേപോലെയാണ് കാണുക, എവിടുന്ന് നോക്കിയാലും ഒരേപോലെയാണ് കാണുക. ഇതിനാകെ ഒരേ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. ഈ സർഫസിനെ നമുക്കറിയാം, നമുക്കിതിനെ കൃത്യമായിട്ട് ഇങ്ങനെ മുറിച്ചിട്ട് പരത്തി വെക്കാനൊന്നും പറ്റില്ല. കോണൊക്കെ ചെയ്തത് മാതിരി ഇതിനെ ഇങ്ങനെ തന്നെ പഠിക്കുകയേ നമുക്ക് പാടുള്ളൂ. അപ്പോൾ ഇതിന് എത്ര സർഫസ് ഉണ്ട്, ഒരേ ഒരു സർഫസ് ഉണ്ട്. അത് കേർവ്ഡ് ആണ്, അഥവാ വളഞ്ഞിട്ടാണ്, അഥവാ വക്രമാണ്. അതുകൊണ്ട് മലയാളത്തിൽ ഇതിനെ നമ്മൾ വക്രതലം എന്ന് പറയും, അഥവാ കേർവ്ഡ് സർഫസ് എന്ന് പറയും. അപ്പോൾ ഒരു സ്ഫിയറിന് എത്ര സർഫസ് ഉണ്ട്, ഒരേ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക, ഒറ്റ സർഫസ് മാത്രം. അതേസമയം ഒരു ഹെമിസ്ഫിയർ ആണ് നമ്മൾ കയ്യിലെടുത്തിരിക്കുന്നത് എങ്കിൽ നോക്കൂ, ഇത് ആ സ്ഫിയറിന്റെ കേർവ്ഡ് സർഫസ് ആണ്. ഇത് ആദ്യം ഉണ്ടായിരുന്ന ഒരു സ്ഫിയറിനെ മുറിച്ചിട്ടുണ്ടാക്കിയതാണ്. അപ്പൊ നമ്മൾ മുറിക്കുന്നതിന് മുമ്പേ ഉണ്ടായിരുന്ന സ്ഫിയറിന്റെ കേർവ്ഡ് സർഫസ് ആണ് ഈ ഭാഗത്ത് വരിക. അതിനെ നമ്മൾ ഹൊറിസോണ്ടലി നമ്മൾ കട്ട് ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫേസ് കൂടി നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിന് എത്ര സർഫസ് ഉണ്ട്, എത്ര ഉപരിതലങ്ങളുണ്ട്, കൈകൊണ്ട് തൊടാൻ പറ്റുന്ന എത്ര ഭാഗങ്ങളുണ്ട്, 2 ഭാഗങ്ങളുണ്ട്. അതിൽ ഒരെണ്ണം കേർവ്ഡ് സർഫസും ഒരെണ്ണം ബേസുമാണ്. അപ്പോൾ ഇതിന് എത്ര സർഫസ് ഉണ്ട്, 1, ഇത് ബേസും ഇത് 2. അപ്പോൾ ഇതിന് 2 സർഫസുകളുണ്ട്. അതാണ് രണ്ടും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം. ഇനി നമുക്ക് ഇതിന്റെ ഏരിയ, അപ്പൊ ഇതിനാകെ ഒരു സർഫസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഈ സർഫസിനെ നമ്മൾ പറയുന്നത് കേർവ്ഡ് സർഫസ് ഏരിയ എന്നാണ് പറയുക. അതാണ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ, അഥവാ ആകെ പരപ്പളവ്. അപ്പോൾ ആകെ പരപ്പളവ് എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് മറ്റതുപോലെ മുറിച്ച് നിർത്തിയിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല, നമുക്ക് പറയാനേ സാധിക്കുള്ളൂ. എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏരിയ, ഈ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ സ്ഫിയറിന്റെ അതേ റേഡിയസ് വരുന്ന ഒരു സർക്കിള്, ഒരു സ്ഫിയർ എടുത്തു, ആ സ്ഫിയറിന്റെ അതേ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ എടുത്താൽ ആ സർക്കിളിന്റെ ഏരിയ നമുക്കറിയാം πr² ആയിരിക്കും എന്നറിയാം. ആ πr²ന്റെ 4 ഇരട്ടി ഏരിയയാണ് ഇതിനുണ്ടായിരിക്കുക. അപ്പോൾ എന്താണ് ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറയുന്നത്, 4πr² എന്ന് കിട്ടും. ഏതൊരു സ്ഫിയറിന്റെയും കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് എന്ന് പറയുന്നത് എത്രയാണ്, 4πr² ആണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കുന്നു, ഈ സ്ഫിയറിനെ മുറിച്ചുണ്ടാക്കുന്ന ഒരു ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ ഇത് 4πr² ആണ്. ഇതിനെ മുറിച്ചിട്ട് പകുതിയാക്കിയിട്ടാണല്ലോ ഇതുണ്ടാകുന്നത്. അതുകൊണ്ട് ടീച്ചറെ ഇതിന്റെ നേർ പകുതിയല്ലേ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് ചോദിക്കാം. തെറ്റാണ് എന്ന് ടീച്ചർ പറയുന്നു. എന്താണ് കാരണം? ഈ സ്ഫിയറിന്റെ പകുതിയാണ് ഹെമിസ്ഫിയർ എങ്കിൽ കേർവ്ഡ് സർഫസ് ഏരിയയുടെ പകുതി തന്നെ വേണ്ടേ അതിന്റെയും ഏരിയ? ആരൊരാൾ പറഞ്ഞു ശരിയാണ്, തെറ്റാണ്. എന്താണ് കാരണം? ഈ 4πr² എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രതലത്തിന്റെ ഏരിയയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മുറിക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന സ്ഫിയറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയും എന്ത് തന്നെയാണ്, 4πr² ആണ്.
അപ്പോൾ ഇത്രയും ഭാഗത്തിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈ 4πr² പകുതിയാണ്. അപ്പോൾ ഇത്രയും ഭാഗം എന്ന് പറയുമ്പോൾ അത് ഏത് ഭാഗമാണ്? കേർവ്ഡ് സർഫസ് ഏരിയയാണ്. അത് അതിന്റെ പകുതി തന്നെയായിരിക്കും. എത്ര? 2πr² തന്നെ. പക്ഷേ ഇതിന് മറ്റൊരു സർഫസ് കൂടെ ഉണ്ട്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുമ്പോൾ രണ്ട് സർഫസിന്റെയും ഏരിയ പരിഗണിക്കണം. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πr²ഉം ഇതിന്റെ റേഡിയസ് 6 ആണല്ലോ വരിക ഈ ബേസിന്റെ. അപ്പോൾ ഇതിന്റെ ഏരിയ എന്ന് പറയുന്നത് ബേസ് ഏരിയയാണ് വരിക. ബേസിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്. അപ്പോൾ ഇത് രണ്ടും പാടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം 3πr² ആണ് ഈ ഹെമിസ്ഫിയറിന്റെ ടോട്ടൽ സർഫസ് ഏരിയ വരിക. തെറ്റിപ്പോകരുത്, കുട്ടികൾ ഇതിന്റെ നേർ പകുതി എന്ന് എഴുതി വെക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അത് 3πr² വന്നത്? കേർവ്ഡ് സർഫസ് ഏരിയ മാത്രം കാണാൻ പറഞ്ഞാൽ 2πr², ടോട്ടൽ സർഫസ് ഏരിയ കാണാൻ പറഞ്ഞാൽ ബേസിന്റെ ഏരിയയും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ഈ ഒരു ഏരിയ മാത്രമേ ഇതിന് രണ്ടിനും ഉള്ളൂ. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ വോളിയം. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അല്ലെങ്കിൽ ഇപ്പൊ നോക്കൂ, ഈ ഏരിയ എന്ന് പറയുമ്പോൾ ഇത് ഉണ്ടാക്കാൻ ഉപയോഗിച്ച സാധനത്തിന്റെ അളവൊക്കെ ഏരിയയിൽ വന്നുട്ടോ. പക്ഷെ ഇങ്ങനത്തെ ഒരു പാത്രം ഉണ്ടെങ്കിൽ ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അല്ലെങ്കിൽ ഇതൊരു മരം കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിൽ ഇതിൽ എത്ര മരം ഉപയോഗിച്ചിരിക്കുന്നു എന്നതിന്റെ അളവാണ് ഇതിന്റെ എന്ത് വരുന്നത്? വോളിയം വരുന്നത്. ഈ വോളിയവും അതെ നമുക്ക് മറ്റൊരു രീതിയിൽ പറഞ്ഞു തരാൻ സാധിക്കില്ല. ഇതിന്റെ വോളിയം കാണുന്ന മെത്തേഡ് ടെക്സ്റ്റിൽ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. ടീച്ചർ അതൊന്നും ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. കുറച്ച് ഒരു എബോവ് ആവറേജ് ലെവലിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ക്ലാസ്സിലൂടെ പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എത്രയും മനസ്സിലാക്കുക, ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3πr³ ആണെന്ന് മനസ്സിലാക്കുക. വോളിയം ഓഫ് എ സ്ഫിയർ ഇസ് ഈക്വൽ ടു 4/3πr³ ആണ്. ഇതിനകത്ത് എത്ര ലിറ്റർ വെള്ളം കൊള്ളും? 4/3πr³ ലിറ്റർ എടുക്കട്ടെ. 4/3πr³ ക്യൂബിക് യൂണിറ്റ് വെള്ളം ഇതിനകത്ത് കൊള്ളും. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പകുതിയാക്കുന്ന ഒരു പാത്രത്തില്, രണ്ട് പാത്രം കിട്ടുമല്ലോ നേർ പകുതിയാക്കുമ്പോൾ, ഇതിനെ പകുതിയാക്കിയിട്ട് കിട്ടുന്ന ഒരു പകുതി പാത്രത്തില് ഇതില് മുഴുവനായിട്ടും ഇതിൽ ഇത്രയും വെള്ളം കൊള്ളുമെങ്കിൽ ഇതിന്റെ പകുതിയിൽ വെച്ച് മുറിക്കുന്ന പാത്രത്തില് ഇതിന്റെ പകുതി വെള്ളമല്ലേ കൊള്ളുക? നോക്കിക്കോളൂ, ശ്രദ്ധിച്ചോളൂ. ഇത് ഏതോ ഒരു സ്ഫിയറിനെ കട്ട് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ഹെമിസ്ഫിയർ ആണ്. ആ സ്ഫിയറില് 4/3πr³ വെള്ളം കൊള്ളുമെങ്കിൽ ഇതിനകത്ത് ആ 4/3ന്റെ പകുതി വെള്ളമേ നമുക്ക് ഇതിൽ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം എന്ന് പറയുന്നത് 4/3πr³ പകുതിയാണ് വരിക. ഇവിടെ ഏരിയ പകുതിയല്ല വരിക, കാരണം ബേസും കൂടെ വരുന്നുണ്ട്. പക്ഷെ വോളിയം നേർ പകുതിയാണ് വരിക. അപ്പോൾ 4/3πr³ ഇൻറ്റു ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ ആയി 2/1 ആണ്. 2 എന്ന് പറഞ്ഞാൽ അർത്ഥം. അപ്പൊ അതിന്റെ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 1/2. ഈ 4ഉം ഈ 2ഉം തമ്മിൽ വെട്ടിപ്പോകും. എന്താണ് കിട്ടുന്നത്? 2/3πr³. അപ്പോൾ പഠിക്കാനുള്ള എളുപ്പം 4/3πr³, 4ന്റെ പകുതി 2/3πr³. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് ഒരു സ്ഫിയറും ഒരു ഹെമിസ്ഫിയറും തമ്മിലുള്ള സാമ്യതയും വ്യത്യാസവും ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന്റെ ഏരിയയും വോളിയവും തമ്മിലുള്ള ബന്ധം നമ്മൾ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി ഇതിന് ഒരു സ്ഫിയറിനും ഒരു ഹെമിസ്ഫിയറിനും ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറുനാരങ്ങ, ലഡു, ഇതെല്ലാം സ്ഫിയറിന്റെ രൂപത്തിലാണ്. ഒരു ചെറുനാരങ്ങയെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇതേപോലെ എന്തുണ്ടായിരിക്കും? ഒരു ബേസും കിട്ടും. ഇവിടെ ഒരു അല്ലി, ചെറുനാരങ്ങയുടെ അല്ലി നമുക്ക് ഇവിടെ കാണാം. ഇവിടെ മഞ്ഞ ഭാഗവും കാണാം. അപ്പോൾ ഇതിന് നമ്മളോട് പലതരത്തിൽ ചോദിക്കുക, ഈ ഭാഗം പെയിന്റ് ചെയ്യാൻ എത്ര പെയിന്റ് വേണം? അപ്പോൾ നമ്മൾ കേർവ്ഡ് സർഫസ് ഏരിയ മാത്രം കണ്ടാൽ മതി. അങ്ങനെ പല തരത്തിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഇനി മറ്റൊന്ന്, കഴിഞ്ഞതിന്റെ 4πr² തെളിയിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതേ റേഡിയസ്, ഇതിന്റെ അതേ റേഡിയസ്, സ്ഫിയറിന്റെ അതേ റേഡിയസ് വരുന്ന ഒരു സർക്കിൾ നമ്മൾ വരച്ചിട്ട്
ഇതിന്റെ പുറത്തുള്ള, ഇപ്പോൾ കഴിഞ്ഞ തവണ സമഗ്രയിൽ അവർ കാണിച്ചത് ഇതായിരുന്നു, ഒരു ഓറഞ്ച് എടുത്തു, ആ ഓറഞ്ചിന്റെ റേഡിയസ് കണക്കാക്കി അതേ റേഡിയസിൽ ഒരു സർക്കിൾ വരച്ച് ആ ഓറഞ്ചിന്റെ തൊലി ഭാഗം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറം ഭാഗമല്ലേ വരിക, അതെടുത്ത് പൊളിച്ച് അവർക്ക് ഈ സർക്കിളിൽ കൃത്യമായിട്ട് നിരത്താൻ സാധിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞ തവണ കാണിച്ചു കൊടുത്തിരുന്നത്. നിങ്ങൾക്ക് സമഗ്ര തുറന്ന് നോക്കിയാൽ നിങ്ങൾക്ക് അതും കാണാൻ സാധിക്കും. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ സോളിഡ്സിലത്തെ ആശയങ്ങൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റൊന്ന് പഠിക്കാനുള്ളത് കോമ്പൗണ്ട് ആയിട്ട് വരുന്ന അഥവാ മിക്സഡ് ആയിട്ട് വരുന്ന രൂപങ്ങളാണ്. ആ മിക്സഡ് ആയിട്ട് വരുന്ന രൂപങ്ങളുടെ ഷേപ്പുകൾ നമുക്കൊന്ന് വെറുതെ വരച്ച് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു വാട്ടർ ടാങ്ക് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. ആ വാട്ടർ ടാങ്കിന്റെ മുകൾ ഭാഗം ഒരു സിലിണ്ടർ ആണ്. ഈ സിലിണ്ടറിന്റെ അടിഭാഗത്ത് ഒരു ഹെമിസ്ഫിയർ വെച്ചു കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ റെയിൽവേ ട്രാക്കിന്റെ സൈഡിലൊക്കെ ഇങ്ങനത്തെ വാട്ടർ ടാങ്കുകൾ കാണാം. റെയിൽവേക്കാരുടെ വാട്ടർ ടാങ്ക് ഈ ഷേപ്പാണ് വരിക. ഇതിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നൊക്കെ, അല്ലെങ്കിൽ ഇതിന്റെ പെയിന്റ് അടിക്കാൻ, ഇതിന്റെ പുറം ഭാഗം പെയിന്റ് അടിക്കാൻ എത്ര പെയിന്റ് ചെലവാകും എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് എന്ന് പറയുന്നത് ഈ സിലിണ്ടറിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ് പ്ലസ് ഹെമിസ്ഫിയറിൽ കൊള്ളുന്ന വെള്ളത്തിന്റെ അളവ്, അഥവാ വോളിയം ഓഫ് ദ സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് ദ ഹെമിസ്ഫിയർ കണ്ടാൽ ഇതിന്റെ വോളിയം നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നത് റേഡിയസ് 6 ആണ്. ഇതിന് h ഉണ്ടായിരിക്കും, ഇതിന് താഴോട്ടും ഇവിടേക്കും 6 തന്നെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് 2/3 πr³ ഇതിന്റെ വോളിയം എന്ന് പറയുന്നത് πr² h വരിക. ഇത് രണ്ടും കൂടെ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ ടോട്ടൽ വോളിയം നമുക്ക് കിട്ടി. ഇനി ഇത് പെയിന്റ് അടിക്കാൻ, മോളിൽ അടപ്പില്ല, ഇവിടെ ഓപ്പൺ ആണ്, ഇതിന്റെ പെയിന്റ് അടിക്കാൻ എത്ര രൂപ ചെലവാകും എന്ന് ചോദിച്ചാൽ നമുക്കറിയാം ഈ ഹെമിസ്ഫിയറിന്റെ കേർവ്ഡ് സർഫസ് ഏരിയയാണ് കണ്ടുപിടിക്കേണ്ടത്. പ്ലസ് ഇതിന്റെയും കേർവ്ഡ് സർഫസ് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതൊരു ഓർമ്മ വേണം. ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πr² ആണ് വരിക. ആരുടെ? ഹെമിസ്ഫിയറിന്റെ അഥവാ അർദ്ധഗോളത്തിന്റെ. ഈ ഭാഗം എന്ന് പറയുന്നത് 4πr² പകുതിയാണ്. ഇനി ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ, പ്രിസങ്ങളുടെ കേർവ്ഡ് സർഫസ് ഏരിയ കാണാൻ കഴിഞ്ഞ വർഷം നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ബേസ് പെരിമീറ്ററിനെ, അപ്പോൾ ഇതിന്റെ ബേസ് സർക്കിൾ ആണ്, സർക്കിളിന്റെ പെരിമീറ്റർ 2πr. ബേസ് പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ നമുക്ക് കിട്ടുക. അതായത് നോക്കൂ, ഇത്തരത്തിലുള്ള ഒരു സിലിണ്ടർ ആണ് വരുന്നതെങ്കിൽ ഈ സിലിണ്ടറിന്റെ ഈ ഭാഗം പെയിന്റ് അടിക്കാൻ എത്ര പെയിന്റ് വേണമെന്ന് ചോദിച്ചാൽ ഈ ബേസിന്റെ പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു പ്രിസ് ആയിക്കോട്ടെ, ഇവിടെ സ്ക്വയർ ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ സ്ക്വയറിന്റെ പെരിമീറ്ററിനെ ഹൈറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ തരത്തിലാണ് ചോദ്യങ്ങൾ വരിക. ഇനി മറ്റൊരു രൂപം ചിലപ്പോൾ നമുക്ക് ചോദിക്കാവുന്നത് ഇങ്ങനെയുള്ളൊരു രൂപമാണ്. റോക്കറ്റിന്റെ ഒക്കെ ഷേപ്പ് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഒരു സിലിണ്ടർ, ആ സിലിണ്ടറിന്റെ അറ്റത്തൊരു ഹെമിസ്ഫിയർ, ഇവിടെ ഒരു കോണ് ഫിറ്റ് ചെയ്തിട്ടുള്ള രൂപം. ഇതിന്റെ മൂന്നിന്റെയും റേഡിയസുകൾ 6 ആയിരിക്കും. ഇനി ഇവിടെ അങ്ങോട്ട് റേഡിയസ് തന്നെയാണ് വരിക. ഇത് ഇതിന്റെ h വരും, ഇവിടുന്ന് ഇങ്ങോട്ട് ഇതിന്റെ സ്മോൾ h കിട്ടും. അപ്പോൾ ഈ ഒരു രൂപത്തിൽ കൊള്ളുന്ന സാധനത്തിന്റെ അളവ് എന്ന് പറയുന്നത് പറയൂ, ഒരു ഹെമിസ്ഫിയറിന്റെ വോളിയം പ്ലസ് ഒരു സിലിണ്ടറിന്റെ വോളിയം പ്ലസ് ഒരു കോണിന്റെ വോളിയം. ഇനി ഇത് പെയിന്റ് അടിക്കാനുള്ള ചെലവാണെങ്കിലോ പറഞ്ഞു നോക്കൂ. കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ ഹെമിസ്ഫിയർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദ സിലിണ്ടർ പ്ലസ് കേർവ്ഡ് സർഫസ് ഏരിയ ഓഫ് ദി കോൺ. നമുക്ക് കാണാൻ അറിയാലോ. അപ്പൊ തന്ന മെഷർമെന്റുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. ഒരു ചോദ്യം ടീച്ചർ ചെയ്തു തരും, ബാക്കി ഒരെണ്ണം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് പഠിക്കുക. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ കണ്ടെത്തി ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്യാനും ശ്രമിക്കുക. ഓക്കെ.